ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വ്ളോഗ് ഇടുന്നത്. അപ്പോൾ അതെ, നമ്മുടെ മഴയൊക്കെ ആയിട്ട് കുറേ ഇങ്ങനെ അടച്ച് കുറേ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിരുന്നു കുറേ ദിവസങ്ങൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ വെട്ടമൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നിൽക്കുന്ന നിപ്പിൽ മഴ പെയ്യുന്നൊരു സീസണാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കാരണം വെച്ചാൽ ഇങ്ങനെ നിൽക്കും, കുറച്ച് കഴിയുമ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ എന്തായാലും ഇപ്പം നല്ല കാറ്റൊക്കെ അടിച്ച് നല്ല അടിപൊളി മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കിനി അമ്പലത്തിൽ പോകണം. അപ്പോൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആവാൻ പോവാണ്. അപ്പോൾ ഇന്നിനി അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ സമയം ഏകദേശം ഒരു 5 മണിയൊക്കെ ആയി. ഇനിയിപ്പോൾ കുളിച്ചിട്ട് പെട്ടെന്ന് അമ്പലത്തിൽ പോകണം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് ആരോ കേട്ടു എന്ന് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ലൈമറ്റായിട്ട് നിൽക്കുകയായിരുന്നു. ഒരു 4:30 സമയത്താണ് ആ വീഡിയോ എടുത്തത്. അപ്പം നല്ല ക്ലൈമറ്റ് ആയിരുന്നു. നല്ല ഇളം കാറ്റും ഒക്കെ വീശി നല്ല അടിപൊളിയായിട്ടുള്ളൊരു കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇടിയൊക്കെ മുഴങ്ങുന്നു. സാധാരണ മഴയൊക്കെ പെയ്യുമ്പോഴെങ്കിലും കുറേ നാളുകൾക്ക് ശേഷമാണ് ഇടിയൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഇടിയൊക്കെ വെട്ടി മഴയൊക്കെ പെയ്യുന്നതിന് മുമ്പ് അമ്പലത്തിൽ പോയിട്ട് വരാം. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് തുണിയൊക്കെ ഒന്ന് തേക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതൊക്കെ തേച്ച് ഇട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടി നമുക്ക് റെഡി ആയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ നേരത്തെ ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ കുറച്ച് ലേറ്റായി പോയി. ഒരു 5:30 ആകുമ്പോൾ ഇറങ്ങണമെന്ന് വിചാരിച്ചു. 5:45 കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുഴപ്പമൊന്നുമില്ല, കാരണം നമുക്കൊരു 5 മിനിറ്റ് ഉള്ളു ഇവിടുന്ന് അമ്പലത്തിലോട്ട് പോകാൻ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പറമ്പ് വഴി ക്രോസ് ചെയ്ത് കുറച്ച് അങ്ങോട്ടങ്ങനെ ആണ് പോകുന്നത്. എൻ്റെ നേരത്തെ വ്ളോഗൊക്കെ കണ്ടവർക്കത്. ഇപ്പോൾ അവിടെ ആണെങ്കിൽ നമ്മുടെ ഈ ചക്ക സീസണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചക്കയൊക്കെ ആകെ വീണിട്ട് ഭയങ്കര അട്ട ഈച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര അലമ്പായിട്ട് കിടക്കുക. അതുകൊണ്ട് അതുവഴി പോകാതെ ജംഗ്ഷനിൽ വന്നിട്ട് കറങ്ങിയാണ് പോകുന്നത്. അപ്പോൾ ഇതും നമ്മുടെ മെയിൻ റോഡാണ്, മറ്റേ ഒരു ഷോർട്ട് കട്ട് പോലെ. അപ്പോൾ ഇതുവഴി ഇതായിട്ടാണ് നമ്മുടെ ആക്ച്വലി ഞാനൊരു 5:30 ആകുമ്പോഴത്തേക്ക് അമ്പലത്തിൽ പോയിട്ട് വരണമെന്ന് വിചാരിച്ചത്. പക്ഷേ നമ്മൾ കുറച്ച് ലേറ്റായി പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ സാധാരണ ഇങ്ങനെ സ്ലീവ്ലെസ് ഒന്നും ഇടുന്നതല്ല. പക്ഷേ ഇന്ന് നമ്മൾ തുണി തേക്കാനെ കൊണ്ട് പോയ സമയത്ത് മോട്ടർ നിറഞ്ഞ് വെള്ളം പോയി. അപ്പോൾ ആ വെള്ളം പോയതിനെ ശ്രദ്ധിക്കാൻ കൊണ്ട് പോയ സമയത്ത് തുണി ചെറുതായിട്ട് അതിന് സൈഡൊന്ന് കരിഞ്ഞു എന്ന് വെച്ചാൽ ലോ ആയിട്ടിട്ടിരുന്നതുകൊണ്ട് അത് കീറിപ്പോയില്ല. പക്ഷെ അതിലിങ്ങനെ പിഞ്ചിയ പോലെ ആയിപ്പോയി. അപ്പോൾ ഓൾറെഡി നമ്മൾ കുറച്ച് ലേറ്റാണ്. അപ്പോൾ ഇനി ഒരു തുണിയൊക്കെ തേച്ചൊക്കെ ഇട്ടുകൊണ്ട് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ലേറ്റ് ആകും. അപ്പോഴത്തേക്കും ദീപാരാധന സമയമൊക്കെ ആകും. അത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ദീപാരാധന കഴിയാതെ അമ്പലത്തിന് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുവേണ്ടി സമയം നിങ്ങളായത്. ഇതാകുമ്പോൾ നമുക്കങ്ങനെ തേക്കും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ജസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇറങ്ങിയാൽ മതില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ലേറ്റ് ആകും നേരമൊക്കെ ഇരുട്ടാൻ വേണ്ടിയിട്ട്. ചില സമയങ്ങളിലൊക്കെ ആണെങ്കിൽ 6:30 ആകുമ്പോഴത്തേക്കും നല്ല ഇരുട്ടായി. ഇപ്പോൾ ഒരു 7 മണി ഒക്കെ കഴിഞ്ഞിട്ട് സാധാരണ ഇരുട്ടും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഇപ്പോൾ ഇവിടെ ഇലയൊക്കെ പൊഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് നല്ല വെട്ടവും കാര്യങ്ങളും. ഇത് നമ്മുടെ ഇലയൊക്കെ കവർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഭാഗത്ത് നല്ല ഇരുട്ട് ഒക്കെ ആവും. അങ്ങനെ ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ ഇതുവഴിയൊക്കെ പോകാൻ നല്ലൊരു വൈബാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ അലമ്പായിരിക്കും. നല്ല ഇവിടെ എല്ലാം ഞാൻ പറഞ്ഞ പോലെ ചെറിയ ഗട്ടറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മുഴുവൻ വെള്ളമൊക്കെ ആയിട്ട് നമുക്ക് നടക്കാൻ പോലും പറ്റാത്ത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് മൊത്തം കുഴിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുകയാണ്. ഇച്ചിരി റോഡ് കുറച്ച് നമുക്ക് ശോകമാണ് ഈ ഒരു ഭാഗത്ത്. അപ്പോൾ ഇവിടെ ഒരു ട്യൂഷൻ സെൻ്റർ ഉണ്ട്. അപ്പോൾ ട്യൂഷൻ വിടുന്ന സമയമൊക്കെ ആയപ്പോഴത്തേക്കും കുഞ്ഞു പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. എനിക്കൊന്ന് കുഞ്ഞു പിള്ളേരൊക്കെ ഒരു ട്യൂഷൻ 5-6 മണിയൊക്കെ ആകുന്ന സമയത്ത് കഴിയും. ഒത്തിരി ബാച്ചിലുള്ള ട്യൂഷനുള്ള ഒരുപാട് പിള്ളേർ, കാരണം അർജുനൊക്കെ അവിടെ ആയിരുന്നു ട്യൂഷൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ട്യൂഷൻ പഠിച്ചിട്ട് പിള്ളേരൊക്കെ ഇങ്ങനെ അലച്ച് വിളിച്ച് ബഹളമൊക്കെ ഉണ്ടാക്കി വിടുകയാണ്. അപ്പോൾ എൻ്റെ ചെറിയപ്പത്തിലെ ഞാൻ ട്യൂഷന് പോയിക്കൊണ്ടിരുന്ന കാലഘട്ടമൊക്കെ നമുക്ക് ഓർമ്മ വരും. ഞാനിതുപോലെ ആയിരുന്നു, അലച്ച് വിളിച്ച് ബഹളം ഉണ്ടാക്കിയായിരുന്നു ട്യൂഷന് പോകുന്നത്. കാരണം ഞാൻ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം നമ്മൾ പോയില്ലെങ്കിൽ നമ്മളെല്ലാവരും നമ്മൾ പോയിട്ടില്ല എന്നറിയുന്ന രീതിയിൽ ഒച്ച ബഹളമൊക്കെ ഉണ്ടാക്കിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയപ്പോൾ പതിവ് പോലെ തന്നെ പൂജയുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ അമ്പലത്തിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ പൂജയുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോഴത്തേക്ക് ചെറിയ രീതിയിൽ ഇങ്ങനെ തുള്ളിയായിട്ട് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ അത് ഉറച്ച് പെയ്യുമെന്ന് വിചാരിച്ച് പെട്ടെന്ന് നമ്മൾ അമ്പലത്തിലേക്ക് കയറി. പക്ഷേ ആ ഒരു തുള്ളിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളായിരുന്നുള്ളൂ. കാര്യമായിട്ട് മഴയും കാര്യങ്ങളൊന്നും പെയ്തിരുന്നില്ല. മഴ പെയ്തിരുന്നെങ്കിൽ ഞാൻ ചുറ്റിപ്പോയതിനെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുട എടുത്തിട്ടുണ്ടായിരുന്നില്ല, എടുക്കണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ തൊഴുതിട്ടൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. ചെറിയ ഒത്തിരി ലോങ് ആയിട്ടുള്ള പരിപാടിയും പൂജകളും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. വൈകിട്ട് ജസ്റ്റ് പോയി നമ്മൾ സാധാരണ അമ്പലത്തിൽ പോകുമ്പോൾ നടക്കുമ്പോൾ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുകളിൽ ആ ഷീറ്റിട്ട ആ ഭാഗത്താണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ട്യൂഷൻ സെൻറ്റർ. ഞാനവിടെ ട്യൂഷൻ പഠിച്ചിട്ടില്ല, പക്ഷേ അർജുനൊക്കെ പഠിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് കുറേ ബാച്ചുകളിലുള്ള ട്യൂഷനുണ്ട്. ഒരു 5:30 ഒക്കെ ആകുമ്പോൾ അർജുനൊക്കെ പഠിച്ച എനിക്ക് തോന്നുന്നു 6:30 ഒരു ബാച്ചായിരുന്നു. അതൊരു 8 മണി ഒക്കെ വരെ ആയിരുന്നു ഉണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങുകയാണ്. പ്രസാദവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്.
അങ്ങനെ നമ്മളിങ്ങോട്ട് നടന്നു വരുന്ന സമയത്ത് പിള്ളേർ ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കും. ഞാൻ വിചാരിച്ചാൽ അടിച്ചെൻ്റെ വന്ന് വീണോന്ന് ഞാൻ വിചാരിച്ചു ആദ്യം ഒരു ബോൾ വന്നപ്പോൾ. പക്ഷേ ഭാഗ്യത്തിന് ജസ്റ്റ് മിസ്സായിട്ട് പോയി. അങ്ങനെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങി. അപ്പോൾ ദീപാരാധന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇറങ്ങി. ദീപാരാധനയൊക്കെ തൊഴാനായിട്ട് തിന്നു കഴിഞ്ഞാൽ ഒത്തിരി ലേറ്റ് ആവും. പിന്നെ ഈ ഒരു സൈഡിൽ കുറച്ച് ഇങ്ങോട്ട് വരുന്ന സ്ഥലത്ത് നമുക്ക് കുറച്ച് വീടൊക്കെ കുറവാണ്. അതുകൊണ്ട് പിന്നെ ദീപാരാധനയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പോയി പ്രാർത്ഥിച്ച് പ്രസാദമൊക്കെ വാങ്ങിച്ച് ഇറങ്ങി. ഇവിടെ വെച്ചിട്ടായിരുന്നു നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയത്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. അന്നൊരു ഇലയൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞല്ല കിളിച്ചൊക്കെ വരുന്ന സമയത്താണ് നല്ല പച്ചപ്പായിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം വീണ്ടും ഇലയൊക്കെ പൊഴിയുന്ന ഒരു സമയമായതുകൊണ്ട് എല്ലാം ഇപ്പോൾ ഒരു ഗോൾഡൻ കളറിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. നേരത്തെ ഓടി വന്നു. അമ്പലത്തിൽ പോവാണ്. താമസിച്ചു. അങ്ങനെ അത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ അമ്മയായിരുന്നു. അപ്പോൾ അമ്മയൊക്കെ ആ സമയത്ത് ദീപാരാധനയൊക്കെ തൊഴാൻ വേണ്ടിയിട്ടൊക്കെ പോവുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ മെയിൻ റോഡിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ചുമന്ന കളറുള്ളൊരു ക്ലൈമറ്റാണ്. നമ്മുടെ ഇവിടെയൊക്കെ ചെമ്മാനം എന്നൊക്കെ പറയൊരു ഇങ്ങനെ ചുമപ്പ് കളറിലുള്ള ഇങ്ങനെ വെട്ടമൊക്കെ അടിക്കുന്നതിന്. അപ്പോൾ ഒരു 6:30-6:45 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗുരുമന്ദിരത്തിലും വിളക്കും കാര്യങ്ങളൊക്കെ കത്തിച്ച് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മഴ എന്തായാലും കാര്യമായിട്ട് പെയ്യാതിരുന്നത് കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടൊന്നും വന്നില്ല. അപ്പോൾ ഇവിടോട്ട് വന്നപ്പോഴാണ് ആ ഒരു ചുമന്ന ലൈറ്റിൻ്റെ ഒരു എഫക്റ്റ് കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ മുറ്റത്ത് കല്ലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീഡിയോയിൽ കല്ലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നതായിരുന്നു കാണിച്ചത്. അപ്പോൾ ആ കല്ലൊക്കെ ഇടുന്നതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൽ നമുക്ക് ഗ്രാസും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. ആ പണി പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട, ഒന്നും കഴിഞ്ഞിട്ടില്ല. ജസ്റ്റ് കല്ല് ഒട്ടിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അത് നമ്മുടെ വീട് പെയിൻറ്റ് ചെയ്യാനായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വീട്ടിൽ വന്നു. വീട്ടിലൊക്കെ വന്നപ്പോൾ അച്ഛമ്മ ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെ അവിടെ വെച്ച് നമ്മൾ നിർത്തുകയാണ്. അങ്ങനെ ഇതിപ്പോൾ പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസമായപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ഇറച്ചി കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിന് വെച്ചിട്ടൊരു തട്ടിക്കൂട്ടി ഇറച്ചിച്ചോറൊക്കെ ഉണ്ടാക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞാൻ. അപ്പോൾ അർജുനാണെങ്കിൽ ശബരിമല പോകാൻ വേണ്ടിയിട്ട് മാല ഇട്ടിരിക്കുക. അപ്പോൾ അവൻ ഇന്ന് വൈകിട്ട് വരും. അപ്പം അതിന് മുമ്പ് നമ്മുടെ നോൺ വെജൊക്കെ എടുത്ത് വെച്ച് തീർക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി 2 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി ചെറുതാണ്, വലുതാണെങ്കിൽ ഒന്ന് മതി. ചെറിയ 2 തക്കാളി, പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെറിയ അരിയാണ്, ഈ ജീര റൈസ് എന്നൊക്കെ പറയത്തില്ലേ. എനിക്ക് വലിയ അരിയേക്കാൾ ബിരിയാണി വെക്കുമ്പോൾ ഈ ചെറിയ കുഞ്ഞരി, അതിനാണ് എനിക്ക് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഒരു 1.5 ഗ്ലാസ് അളവിലേ എടുക്കുന്നുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ അമ്മയും അച്ഛമ്മയൊന്നും അമ്മയാണെങ്കിൽ ചിക്കൻ കഴിക്കത്തില്ല, ഒരു മെഡിസിനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അച്ഛമ്മ ഇങ്ങനെ ഫ്രൈഡ് റൈസ്, ബിരിയാണി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ കഴിക്കുകയാണെങ്കിൽ ഞാൻ അച്ഛനും മാത്രമേ ഉള്ളൂ. അർജുനാണെങ്കിൽ ഹോസ്റ്റലിലാണ്, അവൻ വൈകിട്ട് വരും. പക്ഷേ ശബരിമല പോകാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ മാലയൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. അവനും നോൺ വെജും കാര്യങ്ങളൊന്നും കഴിക്കത്തില്ല. അപ്പം നമ്മൾ അരി എടുത്തിട്ട് അതിനെ കഴുകി വൃത്തിയാക്കി ഒരു 2-3 വെള്ളത്തിൽ കഴുകിയിട്ട് നമ്മളതിനൊന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഒരു 15 മിനിറ്റ് നമ്മൾ വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ വെജിറ്റബിൾസൊക്കെ എടുത്ത് ആ ഉള്ളിയും അതുപോലെ തന്നെ തക്കാളിയും മുളകും ഒക്കെ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. നമ്മുടെ ഈ സവാളയിലൊക്കെ ഒരു കറുത്ത കളർ ഇങ്ങനെ വര പോലെ പാടൊക്കെ കാണത്തില്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ഞാൻ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ 2 കൈയിട്ട് വൃത്തിയാക്കാൻ പറ്റുന്നത്. അപ്പോൾ ജസ്റ്റ് ക്യാമറ ഓഫാക്കിയിട്ട് നമുക്കത് നല്ലതായിട്ട് കഴുകി ഒരു 2-3 വെള്ളത്തിലൊക്കെ നമുക്ക് കഴുകിയിട്ട് അതിനെ നന്നായിട്ട് നരിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മുടെ തക്കാളി അതുപോലെ തന്നെ നമ്മുടെ ഓണിയൻ, ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് കയറി നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചില സാധനങ്ങളുടെയൊക്കെ മലയാളം വക പെട്ടെന്ന് അങ്ങ് മറന്നു പോകും. അപ്പോൾ നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ സ്പൈസസ്, ഏലക്ക അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. അതിൻ്റെ പുറകെ നമ്മൾ കിസ്മസും അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂടിയിട്ട് നമ്മൾ ഒന്ന് വരട്ടിയൊക്കെ എടുക്കുക. അത് ഇട്ട് ചെറുതായിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ അതൊന്നും കരിഞ്ഞു പോകാത്ത രീതിയിൽ വെക്കുക. പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളകും കൂടെ പേസ്റ്റ് പോലെ ഒന്ന് ഇടിച്ചെടുത്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ നേരത്തെ തന്നെ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നത് ചെറിയ രീതിയിലൊക്കെ പറയുന്നേ ഉള്ളൂ. തക്കാളിയും കാര്യങ്ങളൊക്കെ ഇട്ടു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ചില കാര്യങ്ങളുടെയൊക്കെ നമ്മൾ വാക്കുകൾ പെട്ടെന്ന് അങ്ങ് മറന്നു പോകും. നമുക്ക് ഇംഗ്ലീഷ് പെട്ടെന്ന് വരത്തുള്ളൂ. അപ്പോൾ പൊടികളെല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ നേരത്തെ വെള്ളത്തിലേക്ക് നമ്മൾ ഉപ്പാണ് കേട്ടോ ഇട്ടത്. കാരണം ഉപ്പിട്ട് വെള്ളം തിളപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ബിരിയാണിയുടെ എല്ലാ ഭാഗത്തും ഉപ്പ് എത്തും. പിന്നെ നമുക്ക് ഈ ബിരിയാണിയൊക്കെ ഒത്തിരി ഇട്ട് അതൊക്കെ കുഴച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് കുഴഞ്ഞു പോകത്തില്ലേ. അപ്പോൾ ചിക്കനൊക്കെ ഇട്ടു. ചിക്കൻ ചെറിയ ചെറിയ പീസായിട്ട് എടുത്താൽ മതി. കാരണം നമുക്ക് ബിരിയാണി വെക്കുന്ന പോലെ വലിയ പീസിൻ്റെ ആവശ്യമില്ല.
അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് അതിലേക്ക് കുരുമുളകും മസാല അതുപോലുള്ള പൊടികളും കാര്യങ്ങളും ഒക്കെ ഞാൻ ചേർത്തിട്ട് നമ്മൾ വിസിലില്ലാതെ ഒരു 5 മിനിറ്റ് നമുക്ക് ഇന്ന് പകുതി വേവിച്ചെടുക്കുക ഈ ചിക്കന്. ആ സമയം കൊണ്ട് നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മളൊരു 15 മിനിറ്റോളം ഇങ്ങനെ കഴുകി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ അരി എടുത്ത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 1.5 ഗ്ലാസ് അരിക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം. ഈ അരി അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ മുങ്ങി കിടക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ഏറെ മുളക് പൊടിയും കാര്യങ്ങളും ഒക്കെ ചേർത്തിരിക്കുന്നത്. എരിവ് കുറവ് വേണമെന്നുള്ളവർക്ക് അവരുടെ ഇഷ്ടാനുസരണം എരിവൊക്കെ കുറയ്ക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ റെസിപ്പി ഞാനാണെങ്കിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ വിസിലൊക്കെ ഇട്ടിട്ട് ഒരു വിസിൽ വരുന്നത് വരെ നമ്മളതൊന്ന് വേവിച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ്. പിന്നെ കുറച്ച് സവാളയൊക്കെ വരട്ടിയെടുത്തിട്ടുണ്ട്. ഒരു വിസിലടിച്ച് കഴിയുമ്പോൾ നമ്മളത് മാറ്റി വെച്ചിട്ട് അതിൽ ഫുള്ള് പ്രഷറൊക്കെ പോയി കഴിയുമ്പോൾ നമുക്കൊന്ന് തുറക്കാം. അപ്പോൾ അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല സ്പൈസി ആയിട്ടുള്ള ചോറാണ്, അതുകൊണ്ടാണ് ഈ ഒരു കളറിൽ കയറിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അധികം സ്പൈസി ആയിട്ടൊന്നും വേണ്ടാന്നുള്ളവർക്ക് മുളക് പൊടിയൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറയ്ക്കാം. അപ്പോൾ അതിപ്പോൾ നമ്മൾ ബിരിയാണിക്കൊക്കെ ഇടുന്ന പോലെ കുറച്ച് ഉള്ളി കൂടെയൊക്കെ വരട്ടി ഇട്ട് റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇറച്ചിച്ചോറ് നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒരു പാത്രത്തിലേക്ക് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാനും പിന്നെ അച്ഛന് ഇപ്പം കഴിക്കുമോ എന്നറിഞ്ഞില്ല, കാരണം അച്ഛൻ പണിക്കൊക്കെ പോയി ചിലപ്പോൾ രാത്രിയിൽ വരാൻ ചാൻസ് ഉണ്ട്. വരുവാണെങ്കിൽ കഴിക്കും. എനിക്കാണെങ്കിൽ സാലഡിനൊക്കെ കൂടുതൽ തൈരാണ് ഇഷ്ടം. ഒത്തിരി പുളിയൊന്നും ഇല്ലാത്ത ഒരു തൈര്, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന തൈരാണ്. അതുകൊണ്ട് ഒരുപാട് പുളിയും കാര്യങ്ങളൊന്നുമില്ല, ഒരു മീഡിയം പുളിയും കാര്യങ്ങളൊക്കെ ഉള്ള തൈരായിട്ട് തന്നെയാണ് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് ഇഷ്ടം. ഒത്തിരി സവാളയും കാര്യങ്ങളൊന്നും ഇല്ലാതെ. അപ്പോൾ അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ TV അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വിഷ്വൽസ് ഒന്നും കാണത്തില്ല. അതായത് നമ്മുടെ സ്ക്രീൻ അടിച്ചു പോകുമല്ലോ ഫോണിൻ്റെയൊക്കെ, അതുപോലെ തന്നെ TVയുടെ സ്ക്രീൻ അടിച്ചു പോയി. അത് നേരത്തെ ഒന്ന് അടിച്ചു പോയിട്ട് ഡിസ്പ്ലേ അടിച്ചു പോയിട്ട് അതൊന്ന് മാറ്റിയതായിരുന്നു. ഇപ്പോൾ നമ്മൾ പിന്നെ മാറ്റാനെ കൊണ്ട് അന്വേഷിച്ചപ്പോൾ 12,000 രൂപയാവും ഡിസ്പ്ലേ മാറാനെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വിചാരിച്ചു, കാരണം ഒരു തവണ നേരത്തെ മാറ്റിയതുമാണ് ഡിസ്പ്ലേ, അതുകൊണ്ട് പിന്നെ നമ്മൾ പുതിയതായിട്ട് TV എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആമസോണിൽ നിന്നായിരുന്നു TV എടുത്തത്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ LGയുടെ TVയാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ ഷോറൂമിൽ നിന്ന് ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നേരത്തെ ഇരുന്ന TVയേക്കാൾ കുറച്ചുകൂടി ഒരു വലിപ്പമുള്ള TVയാണ് വാങ്ങിച്ചത്. അപ്പോൾ നേരത്തെ ആ ഇരുന്ന പൊസിഷനിൽ അത് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് അളവും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് മെഷർമെൻ്റൊക്കെ നോക്കി അതിൻ്റെ സ്റ്റാൻഡൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നമുക്കത് വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ അവർ വന്നിട്ട് അതിൻ്റെ ആണെങ്കിൽ ഒരു മെഷർമെൻ്റൊക്കെ എടുത്ത് അത് മാർക്കൊക്കെ ചെയ്തിട്ട് അതിൻ്റെ സ്റ്റാൻഡൊക്കെ വെച്ച് ഇട്ടൊക്കെ നമുക്കത് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്നെ ആണെങ്കിൽ അത് ഇങ്ങനെ പിടിക്കാനായിട്ട് വിളിച്ചായിരുന്നു. അപ്പോൾ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് അതിൻ്റെ ഇങ്ങനെ മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ പിടിച്ചു കഴിഞ്ഞാൽ നിൽക്കത്തില്ല. അപ്പോൾ പുതിയ TV താഴെ എങ്ങാനും വീണ്ടും പൊട്ടിയെങ്കിൽ തീർന്നു. അതുകൊണ്ട് അപ്പോഴത്തേക്ക് അമ്മ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പിടിക്കാമെന്ന് പറഞ്ഞു. കാരണം ഞാൻ പിടിച്ചിട്ട് അത് കുറച്ച് ഹൈറ്റിൽ ഇങ്ങനെ പൊക്കി കൊടുക്കണം. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഹൈറ്റിൻ്റെ മുകളിലേക്ക് അത് പൊക്കിക്കൊണ്ട് നിൽക്കാനുള്ള ഒരു ഇതില്ല. കാരണം ഞാനും ആ ചേട്ടനും ചെറിയ ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരൂടെ പിടിച്ചാൽ അത് കയ്യിൽ നിന്ന് ഇങ്ങനെ സ്ലിപ്പായി പോകാൻ പോകുന്ന പോലെ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ അച്ഛൻ പറഞ്ഞു അമ്മ വരട്ടെ എന്നിട്ട് പിടിച്ചോളൂ എന്ന് പറഞ്ഞ് പിന്നെ അവർ 3 പേരും കൂടെ ഇങ്ങനെ പിടിച്ച് പൊക്കി അത് മാർക്ക് ചെയ്തിട്ട് വേണം അവിടെ ഇങ്ങനെ സ്റ്റാൻഡ് അടിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ അമ്മയും ആ ചേട്ടനും കൂടെ പിടിച്ച് ഇങ്ങനെ പൊക്കി വെച്ച് കൊടുത്തു. അച്ഛൻ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് അവിടെ പിന്നെ സ്റ്റാൻഡൊക്കെ ഫിറ്റ് ചെയ്ത് അത് വെക്കുമായിരുന്നു. അങ്ങനെ അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. നമ്മുടെ TV ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്മാർട്ട് TV ആണ് കേട്ടോ എടുത്തത്. നേരത്തെ ഇരുന്ന് നമ്മുടെ TV സ്മാർട്ട് TV അല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ നമുക്ക് ഈ സ്മാർട്ട് TVയുടെ പരിപാടികളും കാര്യങ്ങളും ഒന്നും അറിഞ്ഞൂടാ. അപ്പോൾ ആ വന്ന ചേട്ടൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കേബിൾ കണക്ഷൻ ഇതിനകത്തോട്ട് കൊടുക്കണമെങ്കിൽ അതിൻ്റെ കേരള വിഷൻ്റെയാണ് നമ്മുടെ കേബിളിൻ്റെ കണക്ഷൻ. അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് ആൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കേബിൾ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് യൂട്യൂബാണ് ഇങ്ങനെ ഓണാക്കി കൊടുത്തിരിക്കുന്നത്. കാരണം ഒരു 2 ആഴ്ചയോളമായിട്ട് നമ്മുടെ വീട്ടിൽ TV കാണാൻ പറ്റത്തില്ലായിരുന്നു. വോയിസ് മാത്രം ഇങ്ങനെ റേഡിയോ പോലെ നമ്മൾ ന്യൂസൊക്കെയാണ് കൂടുതൽ അച്ഛനും ഒക്കെ കേൾക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ റേഡിയോ പോലെ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല, ഇങ്ങനെ ന്യൂസ് ഇങ്ങനെ കേൾക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ TVയുടെ പുതിയ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ TV സെറ്റായിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കസിൻ വന്നു. ചേട്ടൻ ഡൽഹിയിലാണ്, ഫാമിലിയായിട്ട് ചേട്ടനും ചേച്ചിയും ഡൽഹിയിലാണ്. അപ്പോൾ അടുത്ത ആഴ്ച ചേട്ടൻ്റെ വൈഫിനെ പ്രസവത്തിനൊക്കെ വിളിക്കുന്നതിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് നമ്മൾ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഞാനിങ്ങനെ എഡിറ്റിങ്ങിൻ്റെ ചെറിയ പരിപാടികളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ പുതിയ TV വന്നതിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവരും കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു.
പിന്നെ ഒരു 3-4 ദിവസത്തെ ഗ്യാപ്പിനൊക്കെ ശേഷമാണ് ഞാനിങ്ങനെ ഒരുങ്ങിയൊക്കെ ഇറങ്ങുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു പനിയൊക്കെ വന്നിട്ട് കുറച്ച് അധികം ക്ഷീണത്തിലേക്കൊക്കെ പോയിരുന്നു. അങ്ങനെ പനിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കൊട്ടാരക്കര അമ്പലത്തിൽ പോകാൻ, കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഞാനും അപ്പയും കൂടെ ആണ് പോകുന്നത്. അമ്മയ്ക്ക് വരാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ പ്ലാൻ ചെയ്ത് എല്ലാവരോടും ഒരുമിച്ച് പോകാനായിട്ട് ഞങ്ങൾ മെയ് മാസം മുതൽ, അതായത് എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് എൻ്റെ നെക്സ്റ്റ് വീക്ക് മുതൽ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഓഗസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെ നീട്ടി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇനി കല്യാണത്തിൻ്റെ തിരക്കുകളിലേക്കൊക്കെ പോകും. അപ്പോൾ നമുക്ക് പോകാനായിട്ടുള്ള, കാരണം കുറച്ചധികം അമ്പലങ്ങളിലൊക്കെ പോകണമെന്നൊക്കെ ഉണ്ട്, പറ്റുന്നിടത്തൊക്കെ പോകണമെന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അപ്പയും എനിക്കുമായിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഞങ്ങളങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറിയതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അർജുൻ, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ശബരിമല പോകാനായിട്ട് അവൻ ഹോസ്റ്റലിൽ നിന്ന് വരും. അപ്പോൾ അവൻ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് ചിങ്ങം തുടങ്ങി. അപ്പോൾ ചിങ്ങം തുടങ്ങിയപ്പം അവൻ ശബരിമല പോയി. അപ്പോൾ ഞാനും അപ്പയും അപ്പയുടെ ഇളയമോൻ ഇക്കും കൂടെയാണ് പോകുന്നത്. പിന്നെ ലാലെന്ന് പറയുന്ന അങ്കിള് വണ്ടി ഓടിക്കാനായിട്ട് അങ്കിള് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 4 പേരും കൂടെ നേരെ കൊട്ടാരക്കരയ്ക്ക് വിടുകയാണ്. അപ്പോൾ ചതയാഘോഷത്തിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെയൊക്കെയാണ് കേട്ടോ നമ്മുടെ വഴിനീളിങ്ങനെ മഞ്ഞ കളറ് തോരണം കാര്യങ്ങളൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത്. അപ്പോൾ പനി കഴിഞ്ഞതിൻ്റേതായ ഒരു ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ സാധാരണ അങ്ങനെ വണ്ടി കയറി എനിക്ക് ഇങ്ങനെ വോമിറ്റിങ് അങ്ങനെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടാകാത്തതാണ്. പക്ഷേ ആ ഒരു പനിയുടെ ക്ഷീണം കൊണ്ട് എനിക്ക് പോകുന്ന വഴി നല്ല അസ്വസ്ഥതയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നമുക്കൊരു 1.5 മണിക്കൂർ ട്രാവലുണ്ട് കൊട്ടാരക്കര അമ്പലത്തിലേക്ക്. അപ്പോൾ അവിടെ ഇന്ന് അമ്മ വരുന്നുണ്ട്, അതായത് ചേട്ടൻ്റെ അമ്മ വരുന്നുണ്ട്. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ചേട്ടൻ പോകുന്നതിൻ്റെ തലേ ദിവസം എനിക്ക് ബർത്ത്ഡേയുടെ ഗിഫ്റ്റും അതുപോലെ തന്നെ കേക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുതരാനായിട്ട് അമ്മയും ചേട്ടനും കൂടെ വന്നിട്ടുണ്ട്. അന്നാണ് ഞാൻ ഇതിനു മുമ്പ് അമ്മയെ കണ്ടത്. പിന്നെ ഫോണിൽ കൂടെ വിളിക്കുന്നതല്ലാതെ നേരിട്ട് ഞങ്ങൾക്ക് കാണാനായിട്ടുള്ളൊരു അവസരവും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് അവിടെ കൊല്ലത്തുനിന്ന് ഒരു 1/2 മണിക്കൂർ ആണ് അമ്മ അമ്പലത്തിൽ സ്ഥിരമായിട്ടൊക്കെ വരാറുള്ളതാണ്. അപ്പോൾ അമ്മയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നാൾ, ഒരു 3 മാസത്തിന് ശേഷം അമ്മയെ കാണാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷവും ഉണ്ട്. അപ്പോൾ അമ്മ വിളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന വഴി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നൊരു 8 മണി 8:15 8:30 ആയി. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് വന്നു. എനിക്ക് തോന്നുന്നൊരു 10 വർഷത്തിന് മുകളിലായി കൊട്ടാരക്കര അമ്പലത്തിലേക്ക് വന്നിട്ട്. ഞാൻ തീരെ ചെറിയ കൊച്ചായിരുന്നപ്പോഴാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു അമ്പലത്തിൻ്റെ ഒരു വിഷനൊന്നും അല്ലായിരുന്നു. ഇപ്പോൾ ഇനി അമ്പലത്തിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ മാറിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഈ കുളമൊന്നും എൻ്റെ ഒരു ഓർമ്മയില്ല, കാരണം അതുപോലെ ചെറുപ്പമായിരുന്ന സമയത്താണ് ഞാൻ വന്നത്. അങ്ങനെ നമ്മൾ വന്നു. ഞായറാഴ്ച ആയിരുന്നുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം പാർക്കിങ്ങിനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ പാർക്കിങ്ങിൽ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വന്നില്ല. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ വന്നിറങ്ങി. അപ്പോൾ അമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ നിൽക്കുന്ന സ്ഥലമൊക്കെ പറഞ്ഞു തന്നു. ഈ ഉണ്ണിയപ്പം കൗണ്ടറിൻ്റെയൊക്കെ അവിടെ ആയിട്ട് നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പയും കുറേ നാളുകൾക്ക് ശേഷമാണ് ഇവിടെ വരുന്നത്. അന്നും വന്നപ്പോൾ ഏതോ സമയത്ത് വന്നപ്പോൾ അപ്പ വൈകിട്ടൊക്കെ ആയിരുന്നു വന്നത്. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ ഈ കൗണ്ടറൊക്കെ എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ നമ്മളിങ്ങനെ കൗണ്ടറൊക്കെ നോക്കി നടക്കണം. അപ്പോൾ ഇങ്ങനെ ദൂരേന്ന് വന്ന സമയത്ത് തന്നെ അമ്മ അവിടെ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു. വലിയ തിരക്ക്, നമ്മുടെ പാർക്കിങ്ങിനും അമ്പലത്തിലോട്ട് കയറുന്ന സമയത്തൊക്കെ അവിടെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഭാഗത്തുനിന്നൊക്കെ തിരക്കുകളും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. പിന്നെ മഴ, നമ്മൾ ആ തൊഴുതിറങ്ങി അവിടുന്ന് പോകുന്നിടം വരെ മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നേരത്തെ പെയ്തതിൻ്റേതായ ചള്ളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല കോളും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് അമ്മയും നമ്മൾ കണ്ടു. അങ്ങനെ അമ്മ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കണ്ട്. അമ്മ നമ്മളെ കണ്ടപ്പോൾ നമ്മുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷം അമ്മയെ കണ്ടപ്പോൾ നല്ല സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഒട്ടും സമയം കളയാതെ നമ്മൾ വഴിപാടിനുള്ള രസീതും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം അപ്പയ്ക്കാണെങ്കിൽ ഉണ്ണിയപ്പത്തിൻ്റെ നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഉണ്ണിയപ്പം കൗണ്ടർ അവിടെ ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള രസീതും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ എന്തോ 100 ഉണ്ണിയപ്പം ആയിരുന്നു അപ്പയ്ക്ക് നേർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ എനിക്ക് തോന്നുന്നു റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കവറിൽ 10 എണ്ണം, അതിന് 40 രൂപ അങ്ങനെ എന്തോ ആയിരുന്നു റേറ്റും കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. നമ്മൾ രസീതും കാര്യങ്ങളും ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നാളികേരം, അതായത് ഗണപതി ഭഗവാന് ഉടയ്ക്കാൻ വേണ്ടി നാളികേരം വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു അബദ്ധം പറ്റി. നമ്മുടെ ഈ കവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളത് എടുക്കാൻ മറന്നുപോയി. ഇപ്പോൾ ഈ കടയിലൊക്കെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ നിരോധിച്ചതിന് ശേഷം കവറും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ പേഴ്സും ബാഗും അതുപോലെ തന്നെ തേങ്ങ ഒരു 3 എണ്ണമാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം കൂടെ പിടിക്കാനായിട്ടൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരെണ്ണം അമ്മ പിടിച്ച് ഹെൽപ്പ് ചെയ്തുകൊണ്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും വന്നില്ല.
അതിനുശേഷം അവിടെ ഒരു ബക്കറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മുടെ തേങ്ങ ഇങ്ങനെ മുക്കിയിട്ട് ആണ് അതിനെ കൊണ്ട് അമ്പലത്തിലോട്ട് കയറുന്നത്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ തേങ്ങ നല്ലതായിട്ടൊന്ന് ശുദ്ധിയൊക്കെ വരുത്തിയതിന് ശേഷം നേരെ ഇനി വഴിപാടിൻ്റെയൊക്കെ രസീത് എഴുതുന്ന വേറൊരു കൗണ്ടർ, അവിടെ ആണെങ്കിൽ നല്ല ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം ക്യൂ നിൽക്കേണ്ടി വന്നു. അങ്ങനെ പിന്നെ ലാലങ്ങളൊക്കെ വന്ന് ആണുങ്ങളുടെ സൈഡിൽ ക്യൂവിൽ കുറച്ച് തള്ളു കുറവായിരുന്നു. പിന്നെ പുള്ളി അങ്ങോട്ടൊക്കെ നിന്ന് നമുക്ക് പെട്ടെന്ന് പോകാൻ നോക്കി. സ്ത്രീകളുടെ ക്യൂ നല്ല നീളത്തിൽ നിൽക്കുമായിരുന്നു. അത് പെട്ടെന്ന് അങ്ങോട്ട് ആണുങ്ങളുടെ ക്യൂവിലേക്ക് അങ്കിള് കയറി നിന്നിട്ട് ഇത് എടുത്തുകൊണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് അവിടുന്ന് പോരാനായിട്ട് പറ്റി. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ തൊഴുതിട്ടൊക്കെ വന്നു. അപ്പോൾ അമ്മ പോയി ഉണ്ണിയപ്പവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ നമ്മൾ അകത്ത് കയറിയ സമയത്ത് എൻ്റെ വഴിപാടിൻ്റെയൊക്കെ ഇത് കിട്ടാനായിട്ട് കുറച്ച് ലേറ്റ് ആയപ്പോഴത്തേക്കും ദീപാപ്പ പുറത്തിറങ്ങിയിട്ട് അപ്പോഴേക്ക് കൂടുതൽ ഉണ്ണിയപ്പവും കാര്യങ്ങളൊക്കെ വഴിപാടുണ്ടായിരുന്നു. പിന്നെ അത് വാങ്ങിച്ചിട്ട് കൊടുത്തു വിട്ട്. പിന്നെ അമ്മയും പോയി അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ ജസ്റ്റ് എല്ലായിടം തൊഴുതൊക്കെ നന്നായിട്ട് തൊഴാൻ പറ്റി. അത്യാവശ്യം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞായറാഴ്ച അതിൻ്റെതായ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും വലിയ വിഷയവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ തൊഴുതിട്ട് ഇറങ്ങിയിട്ട് ഇനി നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. ഇപ്പോൾ സമയം ഒരു ഏകദേശം ഒരു 9 മണി 9:30 ആയിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് എന്തായാലും തൊഴാനൊക്കെ പറ്റി. വന്ന വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് നടത്താൻ എന്തായാലും ദൈവം സഹായിച്ചു പറ്റി. അപ്പോൾ ഇനി നേരെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടപ്പോൾ നമ്മുടെ ചെരുപ്പൊക്കെ ഫ്രണ്ട് ഏരിയയിലാണ് പോകണം. അപ്പോൾ അവിടെ നിന്ന് ചെരുപ്പൊക്കെ എടുത്തിട്ട് നേരെ കാറിൻ്റെ അവിടേക്ക് പോയിട്ട് നമുക്ക് നേരെ ഇനി ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് പരിപാടി. അങ്ങനെ നമ്മളിത് ചെരുപ്പൊക്കെ എടുക്കാനായിട്ട് പുറത്തിറങ്ങിയ സമയത്താണ് ആ വലിയ കുളത്തിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ കുളത്തിൻ്റെ അവിടേക്ക് ഞങ്ങളിങ്ങനെ വന്നപ്പോൾ ഒത്തിരി പേരിങ്ങനെ കുളത്തിലോട്ടൊക്കെ നോക്കിക്കുന്നുണ്ട്. നിറച്ച് മീനാണ് കേട്ടോ, സൂചി കുത്താനിടയില്ലെന്നൊക്കെ പറയില്ല, അതുപോലെ നല്ല വലിയ മീൻ, നമ്മുടെ ഈ മുഷിയൊക്കെ പോലത്തെ ഒരു ടൈപ്പ്. എനിക്ക് മീനിൻ്റെ പേരൊന്നും കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. അപ്പോൾ അത് നമ്മുടെ ക്യാമറയിലാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ കുറച്ച് നേരം അവിടെ നിന്ന് മീനൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിന് നേരെ നമ്മൾ കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന അവിടേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു വഴിയിൽ, അതായത് നമ്മളിങ്ങോട്ട് വന്ന വഴിയിൽ കാറ് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് തോന്നുന്നു. എനിക്കൊന്ന് വൺ വേ ആയതുകൊണ്ടാണോ അതോ ഇന്നിങ്ങനെ തിരക്കും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണോ എന്തോ അറിഞ്ഞുകൂടാ. ആ ഒരു വഴിയിൽ നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് കുറച്ച് റൗണ്ട് അടിച്ചിട്ട് വേണം ഇനി ഈ അമ്പലത്തിൻ്റെ ഇതിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നേരെ കാറിനെ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നിടത്തേക്ക് എത്തിയിട്ട്, അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഉണ്ണിയപ്പം നേരത്തെ വാങ്ങിച്ചത് കുറേ കാറിനകത്ത് വെക്കാനായിട്ട് അങ്കിളുടെ കയ്യിൽ കൊടുത്തു വിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാറിനകത്ത് വെച്ചിട്ട് നമ്മൾ തിരിച്ചു വന്ന സമയത്തേക്ക് നിറച്ച് ഈ ചോനൽ ഉറുമ്പില്ലേ, അത് കയറിയിട്ട് ആകെ മൊത്തം കാറിനകത്ത് മുഴുവൻ ഉറുമ്പായി. പിന്നെ നമ്മൾ കുറച്ച് തട്ടിക്കളയൊക്കെ ചെയ്ത് അത് ഇതുവഴി വന്നു എന്ന് അറിഞ്ഞില്ല, കാറ് ലോക്കായിരുന്നു. എങ്ങനെയോ വന്ന് അതിനകത്ത് മൊത്തം ഉറുമ്പ് അങ്ങ് അരിച്ചങ്ങ് കയറി. പിന്നെ എനിക്ക് അമ്മയാണെങ്കിൽ കുറച്ചുകൂടെ ഇപ്പോൾ തന്നിട്ടുണ്ടായിരുന്നു. അതിനെയെല്ലാം നമ്മൾ ഇങ്ങനെ വെച്ചുകൊണ്ട് അതിനെ പിന്നെ അതിൻ്റെ ഇടയ്ക്കോട്ട് വെച്ചു. സാമാന്യ രീതിയിൽ നമ്മൾ ഉറുമ്പിനെയൊക്കെ തട്ടിക്കളയൊക്കെ ചെയ്തു, എങ്കിലും അവിടെ ഇവിടെയൊക്കെ ഉറുമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നേരെ നമ്മൾ കുറേ തപ്പി വന്ന് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറേ കടകളൊക്കെ അടവായിരുന്നു. 10 മണിയായിട്ടും കടയൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഫൈനലി നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് കുറേ തപ്പി ഇങ്ങനെ മുന്നോട്ട് വന്നിട്ടാണ്, സ്ഥലമൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. അവിടെ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ ചെന്നു, കൈയൊക്കെ വാഷ് ചെയ്തതിന് ശേഷം അവിടെ മസാല ദോശയായിരുന്നു എന്ന് തോന്നുന്നു ഉണ്ടായിരുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് കൂടുതൽ വിഭവങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. മസാല ദോശ ഓർഡർ ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ നമ്മുടെ പ്രതീക്ഷിച്ച രീതിയിലുള്ളൊരു മസാല ദോശയും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല കേട്ടോ. നമുക്ക് നല്ല നിരാശജനകമായ ഒരു മസാല ദോശ അനുഭവമായിരുന്നു.
എന്തോ ഒരു തൃപ്തികരമല്ലാതെ എന്തോ ഒരു നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഒരു മസാല ദോശയുടെ ഒരു രീതിയും കാര്യങ്ങളും ഒന്നും ആയിരുന്നില്ല. ആ ഒരു ദോശയ്ക്കകത്തൊരു മസാലയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ. ഒരു മസാല ദോശ എന്നൊക്കെ പറയുമ്പോൾ നമ്മളതിൻ്റെ കൂടെ ഒരു ഉഴുന്നുവടയും പിന്നെ നമ്മുടെ ചട്നിയൊക്കെ ആണെങ്കിലും ഒത്തിരി അങ്ങ് ലൂസ് ടൈപ്പായിട്ടുള്ള ചട്നിയും പിന്നെ സാമ്പാറാണെങ്കിലും വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ആ ദോശ ഒരു ഓക്കെ എന്ന് പറയുന്നതെന്നല്ലാതെ വേറെ എനിക്ക് പൊതുവേ നിരാശാജനകമായ ഒരു മസാല ദോശ അനുഭവമൊക്കെ ആയിരുന്നു. അങ്ങനത്തെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ കാർ കയറി പിന്നെ നേരെ നമുക്ക് ടൗണിൽ വന്നിട്ട് അമ്മ അവിടെ ബസ് സ്റ്റോപ്പിലോ ബസ് സ്റ്റാൻഡിലോ ഒക്കെയാണ് ബസ് കിട്ടുന്ന ഒരു സ്ഥലത്ത് ഇറക്കി വിട്ടിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകണം. അങ്ങനെ മഴക്കാറൊക്കെ നല്ല രീതിയിൽ ഒരു ഭാഗത്ത് നല്ല വെട്ടവും ഒരു ഭാഗത്ത് നല്ല മഴക്കാറൊക്കെ ആയിട്ടാണ്. അങ്ങനെ നമ്മൾ ഫൈനലി കൊട്ടാരക്കര KSRTC സ്റ്റാൻഡിൽ വന്നിട്ട് നമ്മൾ അമ്മ അവിടെ സ്റ്റാൻഡിൽ ഇറക്കി വിട്ടു. അപ്പോൾ ഇനി അവിടുന്ന് അമ്മയ്ക്ക് കൊല്ലത്തോട്ടുള്ള വണ്ടി ഇട്ടു. ഇവിടുന്ന് കൊല്ലത്തിന് എനിക്ക് തോന്നുന്നു ഒരു 30 മിനിറ്റ് ഒരു അരമണിക്കൂറിലൊക്കെ താഴെയുള്ളൂ വീട്ടിലോട്ട്. നമുക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂർ ട്രാവലുണ്ട്. അപ്പോൾ അമ്മ യാത്രയൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫായിട്ടൊക്കെ എടുക്കണമെന്ന് വിചാരിക്കും, പക്ഷേ അങ്ങനെ പ്രത്യേകിച്ചുള്ള കാര്യങ്ങളും ഒന്നുമില്ല. വെറുതെ നമ്മളെ ഒരു ബോറടിപ്പിക്കുന്ന രീതിയിൽ വ്ളോഗ് എടുത്തിട്ട് കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ കണ്ടൻസ് ഉണ്ടെങ്കിലല്ല ഒരു കാണാനായാലും ഒരു കാണുന്നവർക്കും ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഒരു ആഴ്ചയിലെ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു വ്ളോഗ് പോലെ ഒരു ഫ്യൂ ഡേയ്സ് ഇൻ മൈ ലൈഫ് എന്നുള്ളൊരു രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വെറുതെ നമ്മളൊരു ദിവസത്തെ ചുമ്മാ ഡെയിലി ഉള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമല്ലോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വ്ളോഗായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വരാം. ഇനിയിപ്പോൾ കല്യാണം അതുപോലെ തന്നെ ഓണം അതുപോലെയൊക്കെ റിലേറ്റഡ് ആയിട്ട് കുറേ കണ്ടൻസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് മുടങ്ങാതെ വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കാതിരിക്കുക. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ.